സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ഈശോ തൻ്റെ സഭാസമൂഹത്തിലെ പ്രിയപ്പെട്ടവരായ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥനയെന്നോ പുരോഹിത പ്രാർത്ഥനയെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈശോ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള അവസാനത്തെ അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഈശോ സാക്ഷ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എപ്രകാരമാണോ ത്രിത്വൈക ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത്, അതുപോലെ തന്നെയും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും പരസ്പരം യോജിപ്പിലായിരിക്കണം, ഐക്യപ്പെട്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെയും കർത്താവിൽ എല്ലാവരും ഒന്നായിരിക്കുമ്പോൾ അത് വലിയ സാക്ഷ്യമാണ് ഈ ലോകത്തിൻ്റെ മുൻപിലേക്ക് വയ്ക്കുന്നത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു സാക്ഷ്യം നൽകുന്ന സമൂഹമായി സഭ രൂപാന്തരപ്പെടണമെങ്കിൽ മിശിഹായിലൂടെ നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം സഭാംഗങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളണമെന്നാണ് തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് വെറും മാനുഷികമായ സ്നേഹം ഇതിന് അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹം സ്വീകരിക്കുകയും ആ ദൈവിക സ്നേഹത്തിൽ ഞാനും നിങ്ങളും വളരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ പരസ്പര സ്നേഹം അർത്ഥവത്തായിത്തീരുന്നത് എന്ന് തിരിച്ചറിയുക. ദൈവസ്നേഹവും പരസ്പര സ്നേഹവും പൂരകങ്ങളാണ്. നമ്മൾ പരസ്നേഹം എന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ സ്നേഹിക്കുന്നതിനെയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ദൈവിക സ്നേഹത്തിൽ അടിയുറച്ചതാകുമ്പോൾ മാത്രമാണ് ആ സ്നേഹത്തിന് ദീർഘകാലത്തേക്കുള്ള നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിയുക. മാനുഷിക ബന്ധങ്ങൾ പലപ്പോഴും നൈമിഷികമായി പോകാറുണ്ട്. എന്നാൽ അത് ദൈവസ്നേഹത്തിൽ അടിസ്ഥാനം വിട്ടതാണെങ്കിൽ അത് മുമ്പോട്ട് പോയിക്കോളും. അതുകൊണ്ട് ഈ സ്നേഹത്തെപ്പറ്റിയാണ് ഈശോ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്യം നിങ്ങൾക്കായി സ്ക്രീനിൽ എഴുതിയിട്ടിരിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഈശോ പറയാണ്, അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു. ആരായി ഞാൻ? ഈശോ തന്നെയാണ്. ഇവിടെ അങ്ങ് എന്ന് പറയുന്നതോ പിതാവായ ദൈവത്തെയാണ്. പിതാവേ, അങ്ങയുടെ പേര്, അങ്ങയുടെ നാമം ഞാൻ അവരെ എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹത്തെ, ഈ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിനും എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമേ, നീ പുത്രനായി എനിക്ക് നൽകുന്ന സ്നേഹം വിശ്വാസി സമൂഹത്തിലും ഉണ്ടാകേണ്ടതിനും ഞാൻ വിശ്വാസികളോടൊപ്പം അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അവരെ അറിയിക്കും എന്ന് പറഞ്ഞാൽ ദൈവപിതാവും പുത്രനായ യേശുവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ യോഹന്നാൻ സുവിശേഷൻ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് 15-ാം അധ്യായത്തിലെ മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവസ്നേഹത്തിലുള്ള ഇഴയടുപ്പമാണ് എന്നും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും ഉൾച്ചേരേണ്ടത് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതുവഴിയായിട്ട് നാം എല്ലാവരും ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നു, പരസ്പരം സഹോദരിമാരും സഹോദരന്മാരുമാകുന്നു. ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മോടെല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ഇതാണ് സ്നേഹിക്കുന്ന സഭാസമൂഹമായുള്ള രൂപാന്തരപ്പെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ ദൈവാരൂപിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ കുടികൊള്ളുന്നു എങ്കിൽ മാത്രമേ ഈശോ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കാരണം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും.
അരൂപിയിലാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശാരീരികമായ ഒരു വ്യക്തിത്വമല്ലല്ലോ, മറിച്ച് അശരീരിയായ ഒരു വ്യക്തിത്വമാണ്. ദൈവത്തിലെ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആൾ എന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കാൻ. ഇതിനെപ്പറ്റിയാണ് പൗലോസ്ലീഹ വളരെ മനോഹരമായി റോമായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങൾക്കായി സ്ക്രീനിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കാം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായി വാക്യം അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിന് ദൈവം മനുഷ്യരായ വിശ്വാസികളായ സഭാസമൂഹത്തിന് വേണ്ടി നൽകിയതാണ്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അണമുറിയാതെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ, നീർച്ചാൽ പോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇങ്ങനെ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പരിശുദ്ധാത്മാവിൻ്റെ അനർഹളമായ പ്രവാഹമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ സുവിശേഷകൻ ജലമായും നിർജ്ജരിയായും അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ, അതുപോലെ തന്നെ നീ എനിക്ക് വെള്ളം തരിക എന്ന് സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും, അവൻ നൽകുന്ന ജലം നീ കുടിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുമായിരുന്നില്ല എന്ന് പറയുന്നിടത്തും, തുടർന്ന് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലും 34-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ വിലാപ്പുറം ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. കാൽവരി കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ വിലാപ്പുറത്തു നിന്നും രക്തവും വെള്ളവും ഒഴുകി എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതേ ജലത്തെ തന്നെയാണ് ആത്മാവിൻ്റെ പ്രതീകമായി റെവലേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന വെളിപാട് ഗ്രന്ഥത്തിലും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് ജലം അഥവാ വാട്ടർ എന്നുള്ളത്. സഭയുടെ തത്വാത്മക കൂട്ടായ്മയുടെ മുഖമുദ്ര തന്നെയും സ്നേഹമാണ് എന്ന് നമുക്കറിയാമല്ലോ. ദ തിയോളജി ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹബന്ധത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും ഇപ്രകാരം ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളരണം. ഇത് വെറും മാനുഷികമായ സ്നേഹമല്ല, ദൈവികമായ സ്നേഹമാണ് എന്ന് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം കൊടുക്കണമെങ്കിൽ ഐക്യമുണ്ടാകണം, ഐക്യമുണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം, സ്നേഹമുണ്ടാകണമെങ്കിൽ ദൈവാരൂപിയിൽ നിറഞ്ഞവരാകണം ഞാനും നിങ്ങളും. അതിൻ്റെ മാതൃകയാണ് പരിശുദ്ധ തൃത്വം നമുക്കെല്ലാവർക്കും നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഈ സഭാ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാക്ഷ്യം നൽകുന്ന സഭയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ശ്ലൈഹിക പാരമ്പര്യം സംരക്ഷിക്കുന്ന സമൂഹമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. ശ്ലൈഹിക പാരമ്പര്യം സംരക്ഷിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ശ്ലൈഹിക പാരമ്പര്യം, ശ്ലീഹന്മാരുടെ പാരമ്പര്യം എന്നാണ് അർത്ഥം. നമുക്കിത് കൈമാറി ലഭിച്ചതാണ് കൈവെപ്പ് വഴിയായി. അതുകൊണ്ടാണ് പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിച്ച് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി അധികാരിയായി പത്രോസിനെ കർത്താവ് വാഴിച്ചത്. അതിനുശേഷം കൈവെപ്പിലൂടെ സക്സഷൻ, തുടർന്നുള്ള മാർപ്പാപ്പമാരെയും മെത്രാപ്പൊലിത്തമാരെയും മെത്രാന്മാരിലൂടെ വൈദികരെയും വാഴിക്കുന്നത് വഴിയായി ശ്ലൈഹികമായ അധികാരത്തിൻ്റെ കൈമാറ്റമാണ് സംഭവിക്കുന്നത്. നമ്മുടെ സഭ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയാണ്. പത്രോസിൻ്റെ പിൻഗാമികളായി 266 മാർപ്പാപ്പയും അതിനുശേഷം ഇപ്പോൾ ലയോ 14 മാർപ്പാപ്പയും നമ്മളെ തിരുസഭയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, ആ കൈവെപ്പ് വഴിയായിട്ടാണ് തിരുസഭയിൽ മേൽപ്പട്ടക്കാരെയും
അതുപോലെ തന്നെ രാജകീയ പുരോഹിത ജനമെന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതരെയും വൈദികരെയും വാഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെയാണ് ഈ ശുശ്രൂഷ, ഈ ഒരു കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 20-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഈശോയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ആരാ അവർ? ശിഷ്യന്മാർ. അവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് അവരുടെ വചനം കേട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിന്നിൽ വിശ്വസിക്കാൻ പോകുന്ന ഈ ലോകമെമ്പാടുമുള്ള സകല ജനവിഭാഗത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഞാൻ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം കേട്ട് നിന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവപുത്രനായ യേശു കർത്താവിനോട് ചേരുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹത്തെ നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവനോടുകൂടെ പങ്കാളിത്തമുള്ളൂ എന്ന് മനസ്സിലാക്കുക. കുറേയൊക്കെ അവിശ്വാസികളും അന്ധവിശ്വാസികളും ഒക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എല്ലാവരും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് തിരുസഭാ മാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ സ്നേഹിതരായി അവൻ്റെ സഭയിൽ അടിയുറച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടുകൂടെ ജീവിക്കണമെന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന യാഥാർത്ഥ്യം എന്ന് പറയുക. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണല്ലോ സഭ എന്നറിയപ്പെടുന്നത്. വിശ്വാസികളുടെ സമൂഹമാണല്ലോ ആരംഭം മുതലേ സഭ എന്നറിയപ്പെടുന്നത് എന്ന് നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വചനം ഇപ്രകാരം പറയുന്നത്: അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പറയാണ് അവരുടെ വചനം മൂലം. ആരുടെയാ? ശിഷ്യന്മാരുടെ വചനം മൂലം. ശിഷ്യന്മാരുടെ വചനം മൂലം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് അവൻ പറയാണ്. എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായ നമ്മളെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് അവരുടെ വചനം എന്ന് പറയുന്നത് ശ്ലൈഹികമായ സുവിശേഷ പ്രഘോഷണവും പ്രബോധനവുമാണ് എന്ന് മനസ്സിലാക്കുക. ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തത് വചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് താൻ പോകാനിടുന്ന പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തനിക്ക് മുൻപേ അവൻ 2 പേരെ വീതം അയച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ശുശ്രൂഷയാണ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവവചനത്തിൻ്റെ പ്രഘോഷകരും പ്രചാരകരുമാകണമെന്നതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. പ്രിയപ്പെട്ടവർ, എനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. എന്താണെന്നറിയാവോ? വിൻസെൻഷ്യൻ സഭയിൽ സന്യാസ വൈദികനാണ് എന്ന അഭിമാനത്തോടെയാണ് ഞാൻ എവിടെ പോയാലും ദൈവത്തിൻ്റെ വചനപ്രഘോഷണം നടത്തുന്നതിൻ്റെ കാരണം ലോക സുവിശേഷവത്കരണത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ഒപ്പുള്ള ഒരു സഭാ സമൂഹമാണ് വിൻസെൻഷ്യൻ സഭ എന്ന് എനിക്കുറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ മേൽപ്പട്ടക്കാർ, മെത്രാന്മാർ വിൻസെൻഷ്യൻ സഭയിലെ വൈദികരെ എവിടെയെങ്കിലും ഒരു ആശ്രമം തുടങ്ങാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങളോട് ആദ്യം ആവശ്യപ്പെടുന്നത് ഇവിടെ വന്ന് നിങ്ങൾ ഒരു പ്രാർത്ഥനാലയം, ഒരു വചന ശുശ്രൂഷാ കേന്ദ്രം, ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കണമെന്നാണ് ഞങ്ങളോട് പറയുന്നത്. അച്ഛാ, ഞങ്ങളുടെ ഇടവകയിൽ വന്ന്, ഞങ്ങളുടെ രൂപതയിൽ വന്ന് ഒരു സ്കൂൾ തുടങ്ങാവോ എന്ന് ചോദിച്ച് ഞങ്ങളെ ഇന്ന് വരെയും ഒരു മെത്രാനും വിളിച്ചിട്ടില്ല. അച്ഛാ, ഞങ്ങളുടെ രൂപതയിൽ വന്ന്, ഇടവകയിൽ വന്ന് ഒരു കോളേജ് തുടങ്ങാമോ എന്ന് ചോദിച്ചും ആരും വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടവകയിൽ വന്ന്, രൂപതയിൽ വന്ന് ഒരു സോഷ്യൽ സർവീസ് സെൻറ്റർ ആരംഭിക്കാവോ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താമോ എന്ന് ചോദിച്ചും ഞങ്ങളെ ആരും വിളിക്കാറില്ല. ഞങ്ങളുടെ രൂപതയിൽ വന്ന് ഞങ്ങൾക്ക് ഒരു ഇടവക നടത്തി തരാമോ എന്ന് ചോദിച്ചുമല്ല ഞങ്ങളെ പലപ്പോഴും മെത്രാന്മാർ വിളിക്കുന്നത്. മറിച്ച് വിൻസെൻഷ്യൻ സഭയുടെ മേലധികാരികളോട് മേൽപ്പട്ടക്കാർ പറയുന്നത്,
ഞങ്ങളുടെ രൂപതയിൽ വന്ന് ഞങ്ങൾക്കൊരു ധ്യാന കേന്ദ്രം നടത്തി തരാവോ? ഞങ്ങളുടെ ജനങ്ങൾ വചനത്തോട് വലിയ ആഭിമുഖ്യമുള്ളവരാ, എന്നാൽ വചന ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി ധ്യാന ശുശ്രൂഷകൾക്കായി ധ്യാന കേന്ദ്രങ്ങൾ വേണം, അതിനുവേണ്ടി നിങ്ങൾ വരാമോ എന്ന് ചോദിച്ച്, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പോട്ട ആശ്രമത്തിൽ ആരംഭിച്ച ദൈവവചന ശുശ്രൂഷ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ പടർന്നു പന്തലിച്ച് ഇന്ന് ലോകമെമ്പാടുമുള്ള ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ, പ്രാർത്ഥനാലയങ്ങളിലൂടെ ഇന്നും സജീവമായി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വിൻസെൻഷൻ സഭയിലെ വൈദികർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ പരിണിത ഫലമാണ് എന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. വചനം കേവലം പറയാൻ മാത്രമുള്ളതല്ല, അത് പ്രായോഗികമായി ജീവിക്കാനുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയും പറയുന്ന വചനം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതിലൂടെയാണ് ദൈവം അത്ഭുതങ്ങളിലൂടെ വചനത്തിന് സ്ഥിരീകരണം നൽകുന്നത്, സാക്ഷ്യങ്ങൾ നൽകുന്നത്. അത് പോപ്പുലർ മിഷൻ ധ്യാനമാകട്ടെ, കരിസ്മാറ്റിക് കൺവെൻഷനുകളാകട്ടെ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളാകട്ടെ, കടന്നു വരുന്ന ഒത്തിരിയേറെ വിശ്വാസികൾ ശുശ്രൂഷകളുടെ ഇടയിൽ അത്ഭുതകരമായി രോഗസൗഖ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ, വിടുതലുകൾ സ്വീകരിക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൈകൾ ഉയർത്തി പറയാറുണ്ട്, ഇത് ദൈവം നൽകിയ വലിയ കൃപയാണ്, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവീകമായ കൃപാവരത്തിൻ്റെ ഒരു വശമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം നമുക്കെല്ലാവർക്കുള്ള ഉത്തരവാദിത്വമാണ് വചന പ്രഘോഷണം നടത്തുക എന്നുള്ളത്. പത്രോസും മറ്റ് 11 പേരും ചേർന്ന് നടത്തിയ സുവിശേഷ പ്രഘോഷണം ആദിമസഭയ്ക്ക് രൂപം നൽകി എന്ന് നമുക്കറിയാമല്ലോ. ഈശോ നൽകിയ വചനമാണ് ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ട് നടന്നത്. ഈശോയുടെ വാക്കുകൾ അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വാക്കുകളെ അങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് മത്തായി ആയാലും, മർക്കോസ് ആയാലും, ലൂക്ക ആയാലും, യോഹന്നാൻ ആയാലും, പുതിയ നിയമത്തിലെ മറ്റ് ഏത് എഴുത്തുകളായാലും പുസ്തകങ്ങളായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കർത്താവിൻ്റെ വാക്കുകളെയാണ് അവരെല്ലാവരും എടുത്ത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. നടപടി പുസ്തകങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിന് 41-ാം വചനം വലിയൊരു സാക്ഷ്യമാണ് നൽകുന്നത്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും വചനം സ്വീകരിക്കുകയും ആ വചനം സ്വീകരിച്ചവരിൽ ഏകദേശം 3000-ഓളം പേർ ആദ്യ ദിവസം തന്നെയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളായി എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. വേണ്ടെന്ന് വെച്ചേക്കരുത്. അപ്രകാരം ദൈവത്തിലുള്ള വിശ്വാസമുള്ളവരായി ജീവിക്കുക. പിന്നീട് ശ്ലൈഹിക പ്രബോധനത്തിൻ്റെ സദാ താല്പര്യപ്രകാരം പങ്കുചേർന്ന ഒരു സമൂഹമായി സഭയെ നമുക്ക് കാണാനായി സാധിക്കും. ശ്ലൈഹികമായ പ്രബോധനത്തിൽ താല്പര്യമുള്ള സഭാസമൂഹം. അതുകൊണ്ടാണ് സഭാംഗങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പണത്തിനായും, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാൾ ദിവസങ്ങളിലും വചന ശുശ്രൂഷയോടൊപ്പം ദൈവ വചനം മാത്രമല്ല, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും വാഴ്ത്തി വിഭജിച്ച് വെച്ച് വിളമ്പിക്കൊടുക്കുന്നു പരിശുദ്ധ കുർബാനയായി. ഇതിലൂടെയും ദൈവീകമായ കൃപാവരത്തെയാണ് മറ്റുള്ളവർക്കായി നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. അതിനെക്കുറിച്ചാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ നടപടി പുസ്തകം 2-ാം അധ്യായം 42-ാം തിരുവചനം പറയുന്നത്. സഭയുടെ വിശ്വാസ ജീവിതത്തിൽ ശ്ലൈഹിക പ്രബോധനത്തിലുള്ള പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നുണ്ട് ഈ വചനഭാഗങ്ങളൊക്കെയും. ശ്ലൈഹികമായ പ്രബോധനം, ശ്ലീഹന്മാരുടെ ആധികാരികമായ പഠനങ്ങൾ നടന്നത് ക്രിസ്തുവിൽ നിന്നും ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ആ അധികാരത്തിലാണ് അവർ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ശ്ലൈഹിക പ്രബോധന അധികാരം രാജകീയ പൗരോഹിത്യം എന്ന കൂദാശകൾ പരികർമ്മം ചെയ്യാനും വിശ്വാസി സമൂഹത്തെ നയിക്കാനും പ്രബോധനങ്ങൾ നൽകാനുമായി
വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികർക്കുമുണ്ട്. അതോടൊപ്പം തന്നെയും കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ മാമോദീസായിലൂടെ പൊതുപൗരോഹിത്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്നും, അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വിശ്വാസികൾക്കും വചന ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നും നമ്മളെല്ലാവരും തിരിച്ചറിയണം. ദൈവവചനത്തിലൂടെയാണ് സഭ ജനിക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും എന്ന് മനസ്സിലാക്കാം. ദൈവവചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സഭ വളരുന്നത്. അങ്ങനെയെങ്കിൽ സഭ വളരാത്തതിൻ്റെ കാരണം, പ്രിയ കുഞ്ഞേ, നീ ദൈവത്തിൻ്റെ വചനം ബൈബിള് പറയാത്തതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കും വിധം ദൈവത്തിൻ്റെ വചനം പറയണം. ദൈവവചനം ശക്തിയുള്ളതാണ്, സൗഖ്യം നൽകുന്നതാണ്, വിടുതൽ നൽകുന്നതാണ്, പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്നതാണ്, പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നതിൽ നിന്ന് ആരും പിന്നാക്കം പോകരുത്. ദൈവവചനം ശുശ്രൂഷയായി ഏറ്റെടുക്കണം എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിലും കാണാനായി സാധിക്കും. വചനം ഇപ്രകാരമാണ്: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല. ഈ ലോകത്തിൽ അവസാനിക്കാൻ പോകുന്നതല്ല നമ്മുടെ ആരുടെയും വീണ്ടും ജനനം എന്ന് പറയുന്നത്. മറിച്ച് അനശ്വരമായ, നാശമില്ലാത്ത ബീജത്തിൽ നിന്നാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിലാണ് അടിസ്ഥാനമായിരിക്കുന്നത്. സജീവവും സനാതനവുമായ ദൈവവചനമാണ് ഈ അനശ്വരമായ ബീജം നമുക്ക് നൽകുന്നത് എന്ന് തിരിച്ചറിയുക. സഭാമക്കൾ ദൈവവചനം കൊണ്ട് തുടർന്നും പരിപോഷിപ്പിക്കപ്പെടണമെന്നും പത്രോസിൻ്റെ ലേഖനം സൂചിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിലാണ് ആ വചനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സ്ക്രീനിലും ആ വചനമുണ്ട്. രക്ഷയിലേക്ക് കടന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധാത്മാവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ദാഹിക്കേണ്ടത്? ഇളം പൈതങ്ങൾ ആത്മീയമായ പാലിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ രക്ഷയിലേക്ക് കടന്നു വരാനും പരിശുദ്ധാത്മാവിൽ നിറയാനുമായി നമ്മളെല്ലാവരും ദൈവവചനത്തിൻ്റെ അഭിഷേകമുള്ളവരാകണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പത്രോസ്ലീഹ എഴുതിയ ആത്മീയമായ എന്ന ആ വാക്ക് നമ്മളിത് മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് പാലിന് വേണ്ടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൊച്ചു കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി കിടന്ന് കരയുന്നു. അമ്മയ്ക്ക് അറിയാം കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അവൾ എന്തിനാ കുഞ്ഞ് കരയുന്നതെന്ന്. അമ്മ ഓടി വരും, കുഞ്ഞിനെ എടുത്ത് മാറോടണയ്ക്കും, ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കും. അപ്പോൾ കുഞ്ഞ് ശാന്തമായി, സ്വസ്ഥമായി. അപ്പോൾ ഒരു ഇളം പൈതൽ പാലിനു വേണ്ടി നിലവിളിക്കുന്നത് പോലെ ഞാനും നിങ്ങളുമൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം, ആവശ്യങ്ങൾ ഉണർത്തിക്കണം, കർത്താവിന് നന്ദി പറയണം, അവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും അവനോട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കണം. ഇവിടെയാണ് ആത്മീയമായ എന്ന വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ കാണുക. ഇതൊരു ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയും ഇവിടെ ആത്മീയവുമായ എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗിക്കോസ് എന്നാണ്. അത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഗ്രീക്ക് ഭാഷയിലാണല്ലോ പത്രോസ്ലീഹായും തന്നെ ലേഖനം എഴുതിയത്. പത്രോസിൻ്റെ ലേഖനത്തിലുള്ള വാക്യം ആത്മീയമായ പാലിനു വേണ്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോഗിക്കോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഗ്രീക്ക് ഭാഷയിൽ. ലോഗിക്കോസ് എന്നതിൽ നിന്നാണ് ലോഗോസ് അഥവാ വചനം എന്ന നാമത്തിൻ്റെ വിശേഷണമായി വന്നത്. അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, നാമവിശേഷണം. അപ്പോൾ ലോഗിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ലോഗോസ് അഥവാ വചനം എന്ന വിശേഷണ പദം, നാമത്തിൻ്റെ വിശേഷണം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയും വചനമാകുന്ന പാൽ എന്നാണ് അതിൻ്റെ അർത്ഥം.
വചനമാകുന്ന പാൽ. ഒരു കുഞ്ഞ് പാലിനു വേണ്ടി കരയുന്നത് പോലെ വചനമാകുന്ന പാലിനു വേണ്ടി എല്ലാ ദൈവമക്കളും കരയണമെന്ന്, ദാഹിക്കണമെന്ന്, വിശപ്പുള്ളവരാകണമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയുക, സഭ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുന്ന സമൂഹമാണ്. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് നമ്മൾ കാണുന്നത്. സഭ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുന്നവരുടെ സമൂഹമാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ 3-ാമത്തെയും അവസാനത്തെയും ഭാഗത്ത് ഈ ലോകത്തിലുള്ള സകല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നത്. 24-ാമത്തെ തിരുവചനത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ മഹത്വത്തിലേക്ക് പങ്കാളികളാകാൻ ലോകമെമ്പാടുമുള്ള സകലരെയും ക്ഷണിക്കുന്ന ദൈവവചന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയും എപ്രകാരമാണോ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാനും നിങ്ങളും കുടികൊള്ളുന്നത്, അതനുസരിച്ചായിരിക്കും നമുക്ക് പരസ്പരമുള്ള സാഹോദര്യം, സൗഹാർദ്ദം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാകാം. സാഹോദര്യ ബന്ധത്തിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ ബന്ധത്തിൽ ജീവിക്കുന്നവരാകുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം പൂർണ്ണമാകുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.